ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. മാത്രമല്ല, ഞാൻ ഗാർഡനിലേക്കൊന്ന് ഇറങ്ങിയിട്ടും 2-3 ആഴ്ചയായി. മര്യാദയ്ക്കൊന്ന് ഗാർഡനിൽ പണിയെടുത്തിട്ട് കുറേ ദിവസങ്ങളായി. നല്ല പനിയും ചുമയൊക്കെ ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഗാർഡൻ്റെ ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ആയി കിടക്കുന്നത് പോലെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളവിടെ പീസ് ലില്ലി വെച്ച് കൊടുത്തത്. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. പീസ് ലില്ലിക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിക്കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വലിയ വളർച്ചയൊന്നും ഇല്ലാതെ അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ വേറെ അധികം ഓടാത്തൊരു ടൈപ്പ് മണ്ണാണ്. മണ്ണൊക്കെ ഇങ്ങനെ പാറ പോലെ ഉറഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അത് അവിടുന്ന് പറിച്ചെടുക്കാൻ തന്നെ നല്ല പ്രയാസപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടാണ് അവിടുന്ന് പറിച്ചെടുത്തത്. അപ്പോൾ അതെല്ലാം അവിടുന്ന് പറിച്ചെടുത്തിട്ട് 2 കലാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുക്കാമെന്ന് കരുതി. പിന്നെ വേറൊരു ഭാഗത്തും അവിടെ ഒരു പീസിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ കുറച്ചുണ്ടായിരുന്നല്ലോ കേട്ടോ പീസിൽ. ഞങ്ങൾ 2-3 നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അവിടെ നിന്ന് കിട്ടിയുള്ളൂ. നിറച്ച ആ റോ ഫുള്ള് ഞങ്ങൾ വെച്ചിരുന്നായിരുന്നു. ഇടയ്ക്ക് ഞാൻ അതെല്ലാം ഒന്ന് തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് ഞാൻ പറിച്ചെടുത്തു. ഇതാണ് ഈ കലാത്തിയ. ഇപ്പോൾ ഇത് അവിടെ വെച്ച് കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം റീപോർട്ട് ചെയ്യാറായിട്ടുണ്ടോ, അതിലൊക്കെ വേര് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് റീപോർട്ട് ചെയ്യാറായിട്ടുണ്ട് ആക്ച്വലി. അവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ചെടിച്ചട്ടി ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീണ്ടും അത് റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട്. എല്ലാത്തിലും വേരൊക്കെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല. കാരണം അത്രയും പ്ലാന്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനെല്ലാം ഇനി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഒന്നാമത് സന്ധ്യയായി. ഞാനൊരു 4 മണിക്ക് ശേഷമാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ നല്ല വൈകി. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലൊന്നും വീടെടുക്കാനോ അതിൻ്റെതായ ഒരു ഭംഗിയിലൊന്നും വീടെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 കലാത്തിയേ ഉള്ളൂ. അപ്പോൾ 2 അവിടെ വെച്ച് കൊടുക്കാൻ കരുതി. അപ്പോൾ കുഴിയൊക്കെ കുത്തി നല്ല പ്രയാസമായിരുന്നു അവിടെ കുഴിയെടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുന്നിൻ പ്രദേശം ആയതുകൊണ്ടാണ് നല്ല ഉറച്ചിരിക്കുക എപ്പോഴും. അപ്പോൾ അതാണ് പോട്ടിലൊക്കെ വെക്കുമ്പോഴും മണ്ണ് ഇപ്പോൾ ചകിരിച്ചോറ് ഇട്ടാലും നല്ലോണം ചകിരിച്ചോറിടണം, അല്ലെങ്കിൽ ആകെ മണ്ണൊക്കെ ഉറച്ചൊരു മതിയായി. ഇത് അനിയൻ വാങ്ങി തന്ന വളമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. 1 മാസമായി കാണും ഈ വളം വാങ്ങി തന്നിട്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് എല്ലാ പ്ലാന്റ്സും ഇട്ട് കൊടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. പക്ഷെ എല്ലാം കൂടി നടക്കുമെന്ന് അറിഞ്ഞൂടെ, കാരണം ഇരുട്ടായി തുടങ്ങി, വെളിച്ചമൊക്കെ പോയി തുടങ്ങി. അപ്പം അതിൻ്റെ വേരൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി അതൊന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ കുഴിയൊക്കെ കറക്റ്റാണ്. ഇനി ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് വളം ഇട്ട് കൊടുത്തു. ഇനി അത് കരിഞ്ഞു പോകുന്ന തരത്തില്ല, കാരണം ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അത് വെച്ച് കൊടുത്തു. അതിനിടയ്ക്ക് അമ്മ ഒന്ന് പുറത്തു പോകാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അവിടെ ഒരു വീട്ടിൽ ലക്കി ബാമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അങ്കിളിനോട്. അപ്പോൾ ചോദിച്ചിട്ട് 2 ദിവസമായപ്പോൾ പിന്നെ നോക്കി അങ്കിളിന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അമ്മ പറഞ്ഞു നമുക്ക് അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക്, അപ്പോൾ നമുക്കത് പോയി വാങ്ങിയിട്ട് വരാം, നീയും പോരേ കൂടെ എന്ന് പറഞ്ഞ് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പണി നടക്കില്ല, ഇതങ്ങ് ആ പകുതിക്ക്. അപ്പം ഞാൻ ഇപ്പോൾ വരാം, അല്ലെങ്കിൽ അമ്മ പോയി മേടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ വേഗം ഓടിപ്പോയി ഈ ഒരു പണിയിടലിൽ അതും പോയി വാങ്ങിയിട്ട് വന്നു. ഇതെവിടെ വെക്കുന്ന എനിക്കൊരു എത്തും പിടിയില്ല കേട്ടോ. ഒരു ആവശ്യത്തിന് പോയി കൊണ്ടുവന്നാണ്. അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് അടുത്ത 2ാമത്തെ കലാത്തിയെ വെച്ച് കൊടുത്തത്. അങ്ങനെ വീണ്ടും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വെച്ച് കൊടുത്തു. അപ്പം അതവിടെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് അധികം പൊട്ടിക്കിളിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് നല്ല വേരോടുന്ന നല്ല മണ്ണാണെങ്കിലാണ് വേഗം വേഗം ചെടികളൊക്കെ പൊട്ടിക്കിളിച്ചുണ്ടാവുക. പിന്നെ ഇതാ റൂബി പ്ലാന്റ്സ് ഞാൻ തൽക്കാലത്തേക്ക് അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിന്നെല്ലാം പറിച്ചെടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അവിടെ പൂക്കൾ വന്നിട്ട് ഒരു പൂ വന്നിട്ട് നിൽക്കുന്നുണ്ട്, ഒരു പീസിൽ. ഞങ്ങൾ ആദ്യം വാങ്ങി വെച്ചൊരു പീസിൽ. അപ്പം അത് ഒരു മറയിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പം അതിനടുത്ത് അങ്ങോട്ട് വെക്കാൻ കയറി അവിടേക്കൊന്ന് നീറ്റാക്കിയിട്ട് ആ ഒരു പീസിൽ എടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തു. കുറേ നാൾക്ക് ശേഷം അതിലൊരു പ്ലാന്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു കുഞ്ഞൊരു പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറിച്ചെടുക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കല്ലൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു പീസിലെടുത്ത് ഇവിടെ ചെറുതായിട്ടൊന്ന് വെയിലടിക്കും. പീസിലേക്ക് ഒട്ടും വെയിൽ പാടില്ലെന്നാണ്. എന്നാൽ അത് ആ അപ്പുറത്തിരുന്ന് ഞാൻ ഒട്ടും കാണത്തില്ല. പൂവും കൂടെ വന്നതുകൊണ്ട് തീരെ ശ്രദ്ധിക്കപ്പെടത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ യുജീനൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി, കാരണം അത് തടസ്സം പോലെ തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഏകദേശം ഒന്ന് അവിടെ നിന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുമ്പ് അവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. സത്യത്തിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇതിലധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കുറേ കളർ ചെടികൾ, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പരിചരണം കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നത് എല്ലാം പോയത്. ഞാനിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്താണ് ഏറെക്കുറെ ചെടികളൊക്കെ നശിച്ചു പോയത്. അപ്പോൾ കഴിഞ്ഞ തവണ അനിയൻ വന്നപ്പോഴും ചോദിച്ചു ഇതിലും കൂടുതൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി എന്നൊക്കെ. അപ്പം ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്ത പീസിൽ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് ആകെ ചെളി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട്
വേറൊരു പോട്ടിലാക്കി വെച്ച് തൽക്കാലത്തേക്ക് വെക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു ഇത് വൈറ്റ് പോട്ടിലാക്കി തണലത്തൊരു ഭാഗത്ത് വെക്കുന്നതായിരിക്കും നല്ലത്, വൈറ്റ് പോട്ടിൽ ഇരിക്കുന്നതായിരിക്കും എൻ്റെ ഭംഗി. പക്ഷേ പോട്ടില്ല, നീ പോട്ട് വാങ്ങാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എപ്പോഴും ചെയ്യാം, തൽക്കാലം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മണ്ണെടുക്കാൻ ഞാൻ പോയില്ല കേട്ടോ. ഞാൻ മണ്ണെടുത്തുകൊണ്ട് വരുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് കാട് കയറി നിൽക്കുമായിരുന്നു. അപ്പം അതാണ് ഗാർഡനിങ് വീഡിയോ ഒക്കെ ചെറുതായിട്ടൊന്ന് വൈകുന്നത്, മണ്ണ് സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. അപ്പം ഞാൻ തൽക്കാലം ഇതിപ്പോൾ കലാത്തിയെ പറിച്ചെടുത്താലും മണ്ണായിരുന്നു കേട്ടോ. അപ്പം അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ യുജീനയുടെ ചോട്ടിലാക്കി കൊണ്ടുവച്ചിട്ട് അവിടെ കുറച്ച് തണലൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുന്നേ ഈ ഭാഗം കാണുമ്പോൾ ആകെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെയായിരുന്നു, അതാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടുന്ന് പറിച്ചെടുത്ത് റൂബി പ്ലാന്റ്സ് വേറൊരു ഭാഗത്ത് കൊണ്ടുവയ്ക്കണം. അത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വേറെ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ അതങ്ങോട്ട് കളയാനും തോന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഭാഗത്ത് കൊണ്ടുവച്ചു. അവിടെ വെക്കാൻ നല്ല പ്രയാസമായിരുന്നു, മണ്ണൊക്കെ നല്ല ഉറച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും കൊത്തി കളച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ.